ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി പ്രവേശിച്ചതെന്നാരോപിച്ച് അസമിലെ ബാർപേട്ട ജില്ലയിലെ ബംഗാളി മുസ്ലിം സമുദായത്തിൽപ്പെട്ട 28 പേരെ തടവിലാക്കി ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് അയച്ച് സംസ്ഥാന സർക്കാർ. ഫോറിനർ ട്രിബ്യൂണലുകൾ ആണ് 28 പേരെ 50 കിലോമീറ്റർ അകലെയുള്ള ഗോൾപാറ ജില്ലയിലുള്ള ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് അയച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 28 കുടുംബങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വീതം പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിപ്പിച്ചിരുന്നുവെന്നും തുടർന്ന് അവരെ SP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നിർബന്ധിതമായി ബസ്സിൽ കയറ്റിയതായും ബാർപേട്ടയിലെ പ്രാദേശിക പ്രവർത്തകനായ ഫാറൂഖ് ഖാൻ പറഞ്ഞു. അസം പോലീസിന്റെ അതിർത്തി ബ്രാഞ്ച് അവർക്ക് വിദേശികളുടെ നോട്ടീസ് നൽകുകയും അവരുടെ കേസുകൾ ഫോറിനർ ട്രിബ്യൂണലുകളിലേക്ക് കൈമാറുകയും ചെയ്തു. നിരവധി ഹിയറിംഗുകൾക്ക് ശേഷം പിന്നീട് ഇവരെ വിദേശികളായി പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും ഫാറൂഖ് ഖാൻ പറയുന്നുണ്ട്. 1946 ഫോറിനേഴ്സ് ആക്ട് പ്രകാരം അനധികൃത കുടിയേറ്റ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി രൂപീകരിച്ച അർദ്ധ ജുഡീഷ്യൽ ബോഡികളാണ് ഫോറിനർ ട്രിബ്യൂണലുകൾ. അതായത് സംശയമുള്ള വോട്ടർമാരുടെയും വിദേശികളുടെയും കേസുകൾ കൈകാര്യം ചെയ്യാൻ അസമിലുടനീളം ഇത്തരത്തിലുള്ള 100ഓളം ട്രിബ്യൂണലുകൾ ഉണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ തദ്ദേശീയരായ ആസാമികൾ നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്നാണ് അസാമിൽ ഇത്തരം ട്രിബ്യൂണലുകൾ സ്ഥാപിച്ചത്. അനധികൃത കുടിയേറ്റക്കാർ അസമീസ് ജനതയുടെ സ്വത്വത്തിനും സംസ്കാരത്തിനും ഭീഷണി ഉയർത്തുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ 1,19,570 വോട്ടർമാർ ഉണ്ടെന്നും അതിൽ 54,411 പേരെ ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അസം ആഭ്യന്തര വകുപ്പ് ഓഗസ്റ്റ് 22-ന് സംസ്ഥാന നിയമസഭയെ അറിയിച്ചിരുന്നു. 2017 മുതൽ ഇത്തരത്തിൽ 16 പേരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയിട്ടുണ്ട്. 1997 പുറപ്പെടുവിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പ്രകാരം വോട്ടർമാരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ കേന്ദ്രമായ ഗോൾപാറയിലെ മാറ്റിയയിലുള്ള ഫോറിൻ ട്രാൻസിറ്റ് ക്യാമ്പിൽ നിലവിൽ 210 പ്രഖ്യാപിത വിദേശികൾ ഉണ്ടെന്നും ആഭ്യന്തര വകുപ്പ് നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. ബംഗാളി മുസ്ലിങ്ങളെ മിയകൾ എന്നാണ് അസമിൽ വിളിക്കുന്നത്. ഭരണകക്ഷിയായ BJP ഉൾപ്പെടെ പലരും അവരെ നുഴഞ്ഞുകയറ്റക്കാരും അസമികളുടെ സ്വത്വത്തിന് ഭീഷണിയുമായാണ് കണക്കാക്കുന്നത്. എന്നാൽ ഹിന്ദു കുടിയേറ്റക്കാരെ BJP ഒരു ഭീഷണിയായി കണക്കാക്കുന്നില്ല. ഹിന്ദു ബംഗാളികളുടെ വോട്ടർ പ്രശ്നം 6 മാസത്തിനകം പരിഹരിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അടുത്തിടെ പറഞ്ഞിരുന്നു.